ബേദം വിളങ്ങി റവാൻ മടിച്ചാരേ വേദാംബർ അവർ വായിൽ തുഫി കൊടുത്തോവർ. ഞാൻ വായിക്കാം, പുസ്തകത്തിൽ നിന്ന് വായിക്കാം. പ്രചരണ രംഗത്ത് കടന്നു വരാതെ മടിച്ചു നിന്ന ശൈഖവറുകൾക്ക് ബർക്കത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിൽ തുപ്പിക്കൊടുത്തു. നബിന്റെ പേരിലും നോണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാ ബാഗ്ദാദിൽ ഈ മനുഷ്യൻ ജനിക്കുന്നത്? ഒരു ഹിക്മത്ത് വേണ്ടേ, പറയണോടത്തൊരു ബുദ്ധി വേണ്ടേ? എന്നിട്ട് പ്രസംഗിക്കാൻ മടി കാണിച്ച കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വായക്ക് തുപ്പിക്കൊടുത്തു. ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി ഇതെല്ലാം കേട്ടും കണ്ടും ജനങ്ങൾ വിചാരിച്ചു ഷെയ്ഖ് ഭയങ്കര കറാമത്തുള്ള ആളാണ്, ഷെയ്ഖിനോട് എന്തും ചോദിക്കാം, ഷെയ്ഖിൻ്റെ അടുത്ത് എന്തിനുമുള്ള പരിഹാരമുണ്ട് എന്ന് ജനങ്ങൾ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. അതോടൊപ്പം തന്നെ ഈ ഷെയ്ഖിനെ പറ്റിയിട്ട് ഇവർ പോരിശയാണ്, മദ്ഹാണ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റാത്ത കാര്യം, അങ്ങാടിയിൽ പറയാൻ പറ്റാത്ത കാര്യം ഇവർ പാടിക്കൊണ്ടിരിക്കുക. റബീഉൽ ആഖിർ മാസത്തിൽ പള്ളിയിൽ മൈക്ക് കെട്ടി പാടിയ വരി എന്താ അറിയോ? 40 വട്ടം ജനാബത്തുണ്ടായാരേ 40 വട്ടം നോരൂരാ കുളിച്ചോവർ. ഈ വരി ശ്രദ്ധിക്കണം കേട്ടോ. ഒരു രാത്രി 40 വട്ടം ജനാബത്തുണ്ടായിന്ന്. ഈ വാക്ക് കേട്ട ഒരു അമുസ്ലിമായ സഹോദരൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഷെയ്ഖുമാർക്കൊക്കെ ഭയങ്കര വികാരമല്ലോ എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാ? നിങ്ങൾ വെറും ഇതിൻ്റെ ആൾക്കാരല്ലോ എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാ? 40 പോട്ടെ 2 പ്രാവശ്യം ജനാബത്തുണ്ടായി നമ്മൾ ആരോടെങ്കിലും പറഞ്ഞെടുക്കോ? ഇത് കിതാബിൽ എഴുതിയിട്ട് മലയാളത്തിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ പറയാൻ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ മതം പഠിക്കേണ്ടുന്ന സാഹചര്യം ഖുർആനെ പഠിക്കാൻ സമ്മതിച്ചില്ല, ഖുർആനിനെ വിശദീകരിക്കാൻ സമ്മതിക്കില്ല. ഖുർആനെ ഈ നാട്ടിൽ എത്ര പള്ളികളുണ്ട്, എത്ര പള്ളിയിൽ ഖുർആൻ പഠന ക്ലാസ് ഉണ്ടായിരിക്കും? ഇല്ല. മജ്ലിസുൻ നൂർ ഉണ്ടാവും, അപ്പുറത്ത് മജ്ലിസുൻ നൂറിന് പകരം മഹ്ദറത്തുൽ ബദരി ഉണ്ടാകും, മാസാന്ത സ്വലാത്ത് ഉണ്ടാകും, താജു സ്വലാത്ത് ഉണ്ടാകും, ഖുതുബിയ്യത്ത് ഉണ്ടാകും, ഖുത്തറാത്തീബ് ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുത്തറാത്തീബ് കണ്ടിട്ട് ആരാണ് ഇസ്ലാം സ്വീകരിച്ചത്? ഖുത്തറാത്തീബ് കണ്ടിട്ട് ഏതൊരാൾക്കാണ് ഇസ്ലാമിന്റെ ഒരു നന്മ പഠിക്കാൻ കഴിഞ്ഞത്? ആരാണത് തുടക്കം കുറിച്ചത്? അതൊക്കെ ദീനുമായി ബന്ധമുണ്ടോ? മനുഷ്യന്റെ ശരീരത്തിൽ കത്തി കയറുന്ന പരിപാടി ഇസ്ലാമിലെ ദിക്റിന്റെ പേരും പറഞ്ഞിട്ടോ ഇങ്ങനെ തുടങ്ങി വെച്ചു. അപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറ്റിയാണ് കുറെ പറഞ്ഞതെങ്കിൽ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഇതിന് മറുപടി ഉണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒന്നുമല്ല, അദ്ദേഹത്തിന് വലിയ കഴിവൊന്നുമില്ല. നമ്മൾ പറഞ്ഞല്ല, റിഫായി ഷെയ്ഖിന്റെ ആളുകൾ പറഞ്ഞു മുഹിയുദ്ദീൻ ഷെയ്ഖ് ഭൂമിയിൽ ഇരുന്നാൽ 7 ആകാശമല്ലേ കാണുക, റിഫായി ഷെയ്ഖ് ഭൂമിയിൽ ഇരുന്നാൽ ലൗഹുൽ മഹ്ഫൂദ് കാണുന്നതാണ്. ഇപ്പൊ ഇവര് തമ്മിൽ തല്ലുകൂടിയിട്ട് പറഞ്ഞ് പാടി. ഇനി ചില നാടുകളിൽ അങ്ങനെയാണ്, ഇവിടെ ഏതാ സാഹചര്യം എനിക്കറിയില്ല, അതുകൊണ്ട് രണ്ടും പറഞ്ഞത്. ചിലയിടത്ത് റിഫായ് ഷെയ്ഖിന്റെ ആൾക്കാരാണ്, അവർ റിഫായ് ഷെയ്ഖിന്റെ പോരിശയും കൊണ്ട് ഇങ്ങനെ നടക്കും, എന്നിട്ട് പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ത്വരീഖത്തിൽ തുടരാത്തോർക്കൊക്കെയും ഏറ്റവും മുസീബത്താവർക്കെന്ന് ചൊന്നോവർ. ശ്രദ്ധിച്ചോളി നാട്ടുകാരെ, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ത്വരീഖത്ത് കൂടിയവർക്കൊക്കെ മുസീബത്ത് വരും. കാരണം ഷെയ്ഖ് പറയാണ്, നുണ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. എൻ്റെ ത്വരീഖത്തിലല്ലാത്തവർക്കൊക്കെ മുസീബത്തവർക്കുണ്ടാകുമെന്ന് ചൊന്നോവർ. അപ്പൊ ഞാൻ ഒരാളും വേറൊന്നൊക്കെ പോകാൻ പാടില്ല, എല്ലാവരും ഈ ത്വരീഖത്തിലേക്ക് വരണം. എന്താണ് ഈ ത്വരീഖത്തിന്റെ പ്രത്യേകത? ഇത് റിഫായി ഷെയ്ഖിന്റെ മഹത്വമാണ്. എന്തൊക്കെയാണ്? ഇരിപ്പിൽ ഞാൻ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് ഉലകൾ കൂറുതി പറയും ഞാൻ എന്നോവർ. ഇവിടെ കണ്ട് ഇരുന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ ഇപ്പൊ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയുമെന്ന് റിഫായി ഷെയ്ഖ് പറഞ്ഞു എന്ന് ഇദ്ദേഹത്തെ പറ്റി എഴുതിണ്ടാക്കിയവര്. ആ ഇൽമൊക്കെ അള്ളാന്റെ കയ്യിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ലൗഹുൽ മഹ്ഫൂദിലെ എല്ലാ വിവരം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖിയാമത്ത് നാൾ എപ്പോഴാന്ന് ചോദിച്ചപ്പോൾ നബിന്റെ മറുപടി, ചോദിക്കുന്ന നിങ്ങൾക്ക് എന്താണോ അറിയുക അതേ എനിക്കറിയൂ. മഴ എപ്പോ പെയ്യും അള്ളാഹുവിനെ അറിയൂ. ഗർഭപാത്രത്തിലുള്ളതിന്റെ ഇൽമ് അള്ളാഹുവിനെ അറിയൂ. നാളെന്ത് സംഭവിക്കും അള്ളാഹുവിനെ അറിയൂ. ഖിയാമത്ത് നാൾ എപ്പോ സംഭവിക്കും അള്ളാഹുവിനെ അറിയൂ. എന്നാൽ ലൗഹുൽ മഹ്ഫൂദിൽ എന്തൊക്കെ ഉണ്ടോ എന്നുള്ളത് ഷെയ്ഖിന് ഇരുന്നാൽ അറിയാൻ പറ്റും. കുഷ്ഠവ്യാധിയും വെള്ളപ്പാണ്ടൊക്കെയും കരുതിയെന്നോ കാശിഫയാകുമായെന്നോവർ. കുഷ്ഠവിധി ഉണ്ടെങ്കിൽ വെള്ളപ്പാണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി, റിഫായ് ഷെയ്ഖ് നോക്കിയാൽ മാറും.
ചത്തേശാവത്തിനു ജീവൻ നീടിച്ചോവർ, ചാർച്ച മുറിച്ചാരെ ചേർത്തി അയച്ചോവർ. നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടിയ പുസ്തകേ, ഈ വണ്ടൂർ അങ്ങാടി പോയ നിങ്ങൾക്ക് കിട്ടുന്ന പുസ്തകമാണ്. ചത്ത ശവത്തിനൊക്കെ കാളനൊക്കെ ജീവനോടെ പറപ്പിക്കും. അപ്പോൾ ഏത് ചത്തതിനെയും ജീവിപ്പിക്കാൻ റിഫായി ഷേഖിന് കഴിയും. ഇങ്ങനെ പാടിപ്പാടി അതുകൊണ്ട് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അവിടെ പറഞ്ഞോളൂ. വല്ലോരു വസ്തുവിനെ കുഞ്ഞെന്ന് ചൊല്ലുകിൽ വിരികെ ഊരുവാകും എന്ന് പറഞ്ഞോവർ. എന്തെങ്കിലും ഒരു വസ്തുവിനോട് കുഞ്ഞെന്ന് പറഞ്ഞാൽ മതി, അപ്പുണ്ടാകും. ഇനി ഷെയ്ഖിന്റെ പോരിശ പറയാം. മുന്നം തൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികൾ ഇമ്പീതി വേണ്ടെന്ന് ചൊന്നോവർ. ഈ പുസ്തകത്തിന്റെ 66-ാമത്തെ പേജാട്ടോ. പേജടക്കം പറഞ്ഞുതരാം. ഈ വരി വായിച്ചു, ഈ ഒരൊറ്റ വരി വായിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞ കള്ളക്കഥയുടെ ഏറ്റവും ചുരുളഴിയുന്ന രഹസ്യം ഞാൻ പറയാം. ഈ വരിയിൽ പറയാണ്, റിഫായി ഷെയ്ഖ് ത്വരീഖത്തിൽ അദ്ദേഹം അവിടുന്ന് ഹജ്ജിന് വേണ്ടി, ഉംറക്ക് വേണ്ടി, തവാഫിന് വേണ്ടി പുറപ്പെടുക. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ശബ്ദമൊക്കെ ഉണ്ടാക്കി, മുന്നം തുടിമുട്ടി ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെന്നപ്പോൾ മക്കക്കാർ പറഞ്ഞു, ഇമ്പീതി വേണ്ടെന്ന് ചൊന്നോവർ, ഇതിവിടെ നടക്കൂല, ഇത് മക്കയാണ്, തവാഫാണ്, ഇത് നടക്കൂല എന്ന് പറഞ്ഞു. ഉടനെ റിഫായി മാതിലും കുളത്യാൻ അപ്പോള് കഅബം തവാഫെന്ന് ചൊന്നോവർ. റിഫായി ഷെയ്ഖ് ദേഷ്യം പിടിച്ചതൊക്കെ മതിലുമേട് കൊളത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇനി തവാഫ് ചെയ്യൂല, ഇനി വേണമെങ്കിൽ കഅബ എന്നെ തവാഫ് ചെയ്യണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും നബിന്റെ ചരിത്രത്തിൽ? ഞാൻ ഇനി തവാഫ് ചെയ്യൂല, ഇനി കഅബ എന്നെ തവാഫ് ചെയ്യണം. അവിടെ നിന്ന് വാശി പിടിച്ചാൽ നിന്നു. അപ്പോഴോ ഇളകി കഅബം തൂളുങ്കുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാഹ് വിളിച്ചോവർ. ആകാശത്തുനിന്ന് അല്ല വിളിച്ചുത്ര, റിഫായി പ്രശ്നം ഉണ്ടാക്കല്ലേ, കഅബ പൊളിഞ്ഞു വീഴുള്ളൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ പറയൂ പ്രിയപ്പെട്ടവരെ, ഇതൊരു മുസ്ലിമിന്റെ വിശ്വാസമാണോ? ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണോ? അഹ്ലുൽ ബിദ്അത്തി വൽ ളലാലത്തി വൽ ഖുറാഫാത്താണോ? കൃത്യമായിട്ട് പഠിക്കുക. അല്ല വിളിച്ചിട്ട് കേണ അപേക്ഷിക്കുകയാണ്, റിഫായി പ്രശ്നം ഉണ്ടാക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമ്മൾ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് കാര്യമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു ദിക്ർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ തിരുത്തണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഏഴാകാശം വാതിലുകളൊക്കെ തുറന്ന് പോയി ഇളകി മലക്കുകൾ ഒക്കെ വിളിച്ചോവർ. മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, ജോലി പോണ കേസാണ് റിഫായി, പ്രശ്നം ഉണ്ടാക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഹിജ്റ 570 ചെന്നേ നാൾ അവ്വൽ ജമാദിൽ വ്യാഴം 12. ഇങ്ങനെ കുറേ ഇതിൽ കിടക്കുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി വായിക്കുന്നില്ല, നിങ്ങളുടെ സമയം കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവും. ഇങ്ങനെ ഓരോന്നെടുത്തോ, നിങ്ങൾ ഓരോന്നെടുത്തോ. ബാ അലവിയൽ മാലിക്കി അൽ ഹദ്ദാദി ഉണ്ടാക്കിയ ഹദ്ദാദ് ആയിക്കോട്ടെ, 400-500 കൊല്ലം പഴക്കുള്ളൂ. മങ്കൂസ് മൗലിദാവട്ടെ 10-200 കൊല്ലം പഴക്കുള്ളൂ. മുഹിയുദ്ദീൻ മാല 10-400 കൊല്ലം പഴക്കുള്ളൂ. നിങ്ങൾ ഇത് ഒഴിവാക്കിയിട്ട് ഖുർആനിലേക്ക് വരൂ. ഖുർആൻ എന്താ? ഖുർആൻ പഴയതാണ്. നിങ്ങൾ പഴയതിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ നമ്മളെ വിളിച്ച പേരെന്താ അറിയോ? നിങ്ങൾ ഉത്തരവാദിയാണ്. എങ്ങനെ നമ്മൾ ഉത്തരവാദിയാണ്? നിങ്ങൾ ഈ പുതിയത് കൊണ്ടുവന്ന് ചെയ്തുണ്ടാക്കുന്ന നിങ്ങളാണ് ഉത്തരവാദി. ഞങ്ങൾ പഴയതിലേക്കാണ് വിളിക്കുന്നത്, നിങ്ങൾ അതിലേക്ക് വാ. അതിൻ്റെ പ്രത്യേകത എന്താ? അത് ദൈവികമായ വാചകങ്ങളാണ്. ഇനി ഓരോന്നിലും അള്ളാഹുവിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് നമ്മളൊക്കെ വിചാരിക്കും അതൊക്കെ മദ്ഹല്ലേ, പ്രശംസയല്ലേ, മൗലിദല്ലേ, നല്ലതല്ലേ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതിൻ്റെ വരികളും അർത്ഥങ്ങളും പഠിക്കാത്തത് കൊണ്ടാണ്. അവിടെ നിന്ന് കാണാം, മങ്കൂസിലൊക്കെ കാണാമല്ലോ, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. നബിയെ, അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. നബിന്റെ അടിമയായ ഞാൻ. ഇതൊക്കെ മദ്ഹാണോ? അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് എന്തൊക്കെ വാചകങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാത്തിമ മൗലിദ് ഉണ്ടാക്കിയ വ്യക്തി ഫാത്തിമ ബീവിനെ പൊക്കി പൊക്കി പറഞ്ഞിട്ട് പറഞ്ഞു, അതെ അവിടുന്ന് പറഞ്ഞത് അല്ലാഹു തആല വ തആല വ തആല, അല്ലാഹു തആല വ തആല ബിറിദാ ഫാത്തിമ ബീവി. അല്ലാഹു ഉന്നതനാണ്, അല്ലാഹു ഉന്നതനാണ്, ഫാത്തിമ ബീവി തൃപ്തിപ്പെട്ടത് കൊണ്ട്. ഇവിടെ പാരെ പൊക്കിയത്, ഇവിടെ പാരെ താഴ്ത്തിയത്? അള്ളാനെ താഴ്ത്ത, ഫാത്തിമ ബീവിനെ പൊക്ക.
ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ഇതൾ കീറി പരിശോധിച്ചാൽ എല്ലാത്തിലുമുള്ള. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണം വാറോലകളല്ല, മനുഷ്യരുണ്ടാക്കിയ നിർമ്മിത ബുദ്ധികൾ കൊണ്ട് അവർ കണ്ടെത്തിയ സൂത്രപ്പണികൾ കൊണ്ട് അവർ കണ്ടെത്തിയതല്ല. അത് ദൈവികമായിരിക്കണം, അത് പ്രവാചകർ പഠിപ്പിച്ചതാവണം, ആദ്യ തലമുറയിലെ ഉത്തമ നൂറ്റാണ്ടുകൾ പഠിപ്പിച്ചതാവണം. ആ കൽപ്പനകൾ ഓരോന്നും ശിരസാ വഹിച്ചു കഴിഞ്ഞാൽ നാളെ അമ്പിയാക്കന്മാരുടെ, സുദ്ദീഖുമാരുടെ, ശുഹദാക്കന്മാരുടെ, സാലിഹീങ്ങളുടെ സ്ഥാനത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. എല്ലാ കാര്യത്തിലും നമ്മുടെ മാതൃക എന്താ? ഇത്തിബാഉർ റസൂൽ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പിൻപറ്റണം. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. അതേപോലെ തന്നെ ഹജ്ജ് പഠിപ്പിച്ചു തന്നു. ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. എല്ലാത്തിലും ദീനിന്റെ ഇബാദത്തുകളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായി പഠിപ്പിച്ചതാകണം. മൻ അമില അമലൻ, ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, ലൈസ അലൈഹി അംറുനാ, അത് ചെയ്യാൻ നമ്മുടെ കൽപ്പനയില്ല. ഒരാൾ ഇവിടെ ഇരുന്നിട്ട് 7000 തവണ ഒരു ദിക്ർ ചൊല്ലാണ്. അദ്ദേഹം പറയുന്നത് 7000 തവണ ചൊല്ലൽ സുന്നത്താണ്. ആ ഒരു സംഭവം ഹദീസിൽ ഇല്ലെങ്കിലോ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യമാണെങ്കിലോ ഫഹുവ റദ്ദുൻ, അത് ദിക്റാണെങ്കിലും സ്വലാത്താണെങ്കിലും നിങ്ങൾ തള്ളേണ്ടതാണ്. താജു സ്വലാത്ത് നബി പഠിപ്പിച്ചതാണോ? ഇല്ല. നബിയെ സ്വപ്നം കാണാനുള്ള സ്വലാത്ത് സ്വഹാബത്തിനും നബിക്കും പരിചയമില്ല. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് വാർഷികങ്ങൾ 10-20 കൊല്ലം പഴക്കമുള്ളൂ. സുഹൃത്തുക്കളെ, സ്വലാത്ത് ഇസ്ലാമിലുണ്ട്. ഇബ്രാഹിമി സ്വലാത്തുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലാ ബിഹാ അലൈഹാ അശറ, 10 നന്മകൾ രേഖപ്പെടുത്തുന്ന വലിയ ഒരു പുണ്യകർമ്മമാണ് സ്വലാത്ത്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സ്വലാത്തുണ്ട്, ബാങ്കിന് ശേഷം സ്വലാത്തുണ്ട്, പ്രാർത്ഥനകളുടെ തുടക്കത്തിൽ സ്വലാത്തുണ്ട്, ഒട്ടനേകം സന്ദർഭങ്ങളിൽ രാവിലെയും വൈകുന്നേരവും സ്വലാത്തുണ്ട്. ഏത് സ്വലാത്താ? താജു സ്വലാത്തല്ല, കെഞ്ചുൽ അർശല്ല, ഇബ്രാഹിമി സ്വലാത്താണ്. എന്നാൽ ഒരിക്കലും തന്നെ നബി തങ്ങളുടെ കാലത്ത് സ്വലാത്തുണ്ടായിരിക്കെ ഒരു സ്വലാത്ത് വാർഷികം നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെ മദീനത്ത് ഗ്രൗണ്ടില്ലേ? വിളിച്ച സ്വഹാബത്ത് വരൂലേ? എന്താ നടക്കാഞ്ഞത്? നിസ്കാരത്തിന് വാർഷികല്ല, നോമ്പിന് വാർഷികല്ലാത്ത പോലെ സ്വലാത്തിന് വാർഷികം പഠിപ്പിച്ചിട്ടില്ല. സ്വലാത്തിനൊരു പെട്ടി വെച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? സ്വലാത്ത് പെട്ടി ഇല്ല, സ്വലാത്ത് വക നേർച്ചപ്പെട്ടില്ല. സ്വലാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹൽക്ക കൂടിയ സംഭവങ്ങളുണ്ടോ? ഇല്ല. സ്വലാത്ത് പാർസൽ അയക്കണ പരിപാടി ഉണ്ടോ? ഇപ്പൊ ചിലടത്ത് അങ്ങനെ ഗ്രൂപ്പിലുണ്ട് അറിയിക്കും, ഫാത്തിമ കുട്ടി 500 സ്വലാത്ത്, ഖദീജ കുട്ടി 500 സ്വലാത്ത്. എന്നിട്ട് അത് മഹലിലെ അവിടുത്തെ ഇമാമിനെ അയച്ചു കൊടുത്ത, അങ്ങനെ ഇമാമിന്റെ കയ്യിൽ കൂടെ പതുക്കെ അത് മദീനത്തേക്ക് പാർസൽ അയച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും നമ്മളെ സ്വലാത്ത് ഡയറക്റ്റ് മദീനത്തേക്ക് എത്തിയല്ലോ. ഇത് ആരും പാർസൽ സംവിധാനം ഇവിടെ ഏർപ്പാടാക്കിയിട്ട്, അതിനൊക്കെ മലക്കുകളുണ്ട്. അത് മലക്കുകൾ ചെയ്യും. നിങ്ങൾ മഹല്ല് കാതിനെ വിളിച്ചറിയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്വലാത്തും ഇന്ന് കച്ചവടമായി മാറുകയാണ്. കച്ചവട ചരക്കായി ഇന്ന് സ്വലാത്തിനെ മാറ്റുകയാണ്. കൂരിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂർ ജില്ലയിലാണ്, കൂരിക്കുഴി തങ്ങൾ ഒരു സ്വലാത്ത് ഉണ്ടാക്കി. എല്ലാവരോടും വന്നോളൂ, നിങ്ങൾക്ക് പരിഹാരമുണ്ട്, ഈ സദസ്സിൽ വന്നിരുന്നാ മതി, എല്ലാത്തിനും ഇതിൽ പരിഹാരമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഒഴുകി. കറാമത്ത് കച്ചവടം ഇങ്ങനെ പതുക്കെ പോരിശ പറയാൻ തുടങ്ങി. ഈ സ്വലാത്തിൽ വന്നാൽ ഇന്നതൊക്കെ ഉണ്ട് പറയാൻ തുടങ്ങി. അങ്ങനെ കയറി വന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അവസാനം ഒരു ദിവസം ഒരു വികലാംഗനായ മനുഷ്യൻ ഇങ്ങനെ കയറി വന്ന് അദ്ദേഹം സദസ്സിൽ വന്നിരുന്നു. ആ സ്വലാത്ത് അങ്ങ് കഴിഞ്ഞ് പണമൊക്കെ നിക്ഷേപിച്ച് ബക്കറ്റിൽ പൈസ കെട്ടി സ്വലാത്തൊക്കെ കഴിഞ്ഞ് പോകാൻ സമയത്ത് വികലാംഗനായ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ അവിടെ പറഞ്ഞ ആൾക്കാർ അവിടെ ഉണ്ട്. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. എല്ലാവരും സ്വലാത്ത് ഉറക്കെ ചൊല്ലി. കണ്ടോ, നമ്മുടെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് വികലാംഗനായ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ അറിയപ്പെടുന്ന നാടക നടനെ പൈസ കൊടുന്ന് അഭിനയിച്ചിക്കുക. മൂപ്പരോട് വന്നിരിക്കാൻ പറഞ്ഞ് ആവശ്യം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാനൊക്കെ പറഞ്ഞ് ഇത് ജനങ്ങൾ പിടിച്ചു. ആ വാർഷികം അവിടെ പൂട്ടി. എന്തൊക്കെ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നറിയോ? ജനങ്ങളുടെ ആശയെയും കീശയെയും ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പേരും പറഞ്ഞ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിക്റില്ലേ നമുക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ് ദിക്റൻ കസീറാ, നിങ്ങൾ ധാരാളമായി ദിക്ർ ചൊല്ലണം.
ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. എത്രയെത്ര ആയത്തുകളിലും ഹദീസുകളാണ് ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അല്ലാഹനെ ഓർക്കുന്ന സ്മരിക്കുന്ന നാവായി നിന്റെ നാവ് നനഞ്ഞുകൊണ്ടിരിക്കട്ടെ. പണം ചെലവില്ലാതെ, പൈസ ചെലവില്ലാതെ, അധ്വാനമില്ലാതെ ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായ, എന്നാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ദിക്ർ ചൊല്ലുക എന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോഴും നമുക്ക് ചെയ്യാവുന്നതാണ്. സുബ്ഹാനല്ലാഹ് പറയാം, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ എത്രയെത്ര ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ നമ്മൾ ചൊല്ലണം. അത് പതിവാക്കേണ്ട രാവിലെയും വൈകുന്നേരമുള്ളതുണ്ട്, വാഹനത്തിൽ കയറിയാലുണ്ട്, സദസ്സ് പിരിയുമ്പോഴുണ്ട്, രോഗിയെ സന്ദർശിക്കുമ്പോഴുണ്ട്, മയ്യത്ത് കാണുമ്പോഴുണ്ട്, മയ്യത്തിനെ മറവ് ചെയ്യുമ്പോഴുണ്ട്. ഈ ദിക്റുകളും പ്രാർത്ഥനകളും നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇലാ ഹളറത്ത് മുഹയ്യദ്ദീൻ, ഇലാ ഹളറത്ത് റിഫാഇ, ഇലാ ഹളറത്ത് യൂനുസ് നബി, ഇലാ ഹളറത്ത് നൂഹ് നബി? കാണാൻ കഴിയില്ല. ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും ആ പേരും പറഞ്ഞിട്ടൊരു പ്രാർത്ഥന ഉണ്ടോ? കാണൂല. ഇന്നയാളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടൊരു പ്രാർത്ഥന ഖുർആനിലോ ഹദീസിലോ നിങ്ങൾക്ക് കൊണ്ടുവരാനുണ്ടോ? ഇല്ല. ഇന്ന് പ്രാർത്ഥനല്ലേ? എത്ര പ്രാർത്ഥന, നൂറുകണക്കിന് പ്രാർത്ഥന ഖുർആൻ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതന്നെ പിന്നെ പ്രാർത്ഥന. ഇങ്ങനെ ഓരോരുത്തരുടെ പ്രാർത്ഥന റബ്ബന, അല്ലാഹുമ്മ തുടങ്ങിയ വാചകങ്ങൾ കാണാം. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടവരാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലായ്പ്പോഴും സദാസമയങ്ങളിലും നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചില്ല എങ്കിൽ നമ്മളെ അല്ലാഹു പരിഗണിക്കുന്നതല്ല. നമ്മളെ പരിഗണിക്കൂല, നമ്മളെ ഇബാദത്ത് മൈൻഡ് ചെയ്യൂല. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക നബിയെ, പറഞ്ഞു കൊടുക്കൂ. എന്നോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോടാ? മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കഴിഞ്ഞു, റിഫായി ഷെയ്ഖിന്റെ കറാമത്തൊക്കെ കഴിഞ്ഞു. ഇപ്പൊ CM മടവൂരിനാണ് കറാമത്ത്. ആകാശലോകം നിയന്ത്രിക്കുന്നത് CM മടവൂർ എന്ന കോഴിക്കോട് ജില്ലയിലെ ചിറ്റടിമീത്തിൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് ഈ പറയുന്നത്. ലോകം നിയന്ത്രിക്കുക. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്ന ഖുർആന്റെ സൂറത്തുൽ മുൽക്കിന്റെ ഒന്നാമത്തെ ആയത്ത് അർത്ഥം വെക്കണം പ്രിയമുള്ള മുസ്ലിമീങ്ങളെ. ലോകത്തിന്റെ അനുഗ്രഹീതനായ റബ്ബിന്റെ കയ്യിലാണ് സകല ആധിപത്യങ്ങളും നിയന്ത്രണങ്ങളും. ഒരു ഇല കൊഴിയുന്നത് മടവൂരറിയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത് കിട്ടിയിട്ടുണ്ടോ? CM മടവൂര് തന്നതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്ത് നിഅമത്ത് കിട്ടിയിട്ടുണ്ടോ അല്ലാഹ് തന്നതാണ്. നേരെ തിരിച്ചാ പറയണത്. എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് അവിടേക്ക് ജനങ്ങളെ ആൾക്കൂട്ടാം. ഒരുപാട് തരികിടകൾ നടന്നുകൊണ്ടിരിക്കും. ഒരു പ്രഭാഷകന്റെ പോസ്റ്റർ, അയാളെ ക്യാമ്പയിനാണ്, ഔലിയാക്കൾ ലോകം നിയന്ത്രിക്കുന്നു. മൂപ്പരെ ക്യാമ്പയിൻ സമ്മേളനാണ്, ഔലിയാക്കൾ ലോകം നിയന്ത്രിക്കുന്നു. ഇതും പറഞ്ഞ് പ്രസംഗിച്ചടക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ഇതൊന്നും ഒരു പ്രാസ്ഥാനിക വിഷയമല്ല. നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമായി പോയി. എന്തുകൊണ്ട് ഒരു മഹാനോട്, ഒരു മനുഷ്യനോട്, ഒരു നബിനോട്, ഒരു വലിയനോട് പ്രാർത്ഥിക്കാൻ പാടില്ല? പുതിയതാണ് ഈ വാദം? അല്ല. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം, സകല നബിമാരും അവരുടെ വിഷമങ്ങളിൽ പ്രാർത്ഥിച്ചത് അള്ളാഹിനോടാണ്. നമ്മളെ മാതൃകാരാ നബിമാർ അവരുടെ പ്രയാസങ്ങളിൽ എല്ലാം പ്രാർത്ഥിച്ചത് ഇലാ ഹളറത്തി അല്ല, ഇന്നയാളുടെ ഹക്ക് ജാഹ് ബറക്കത്തോണ്ടല്ല, റബ്ബേ എന്ന് വിളിച്ച അള്ളാഹിനോടാണ്. ഉദാഹരണം 1, ആദം നബി, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 3 ഇരുട്ടിൽ കുടുങ്ങി. നമ്മളെ കണ്ട കൂടെ ചില കുടുങ്ങുക. 3 ഇരുട്ട്, സമുദ്രത്തിന്റെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, മത്സ്യത്തിന്റെ വായന്റെ ഇരുട്ട്. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ. ശരി, മുമ്പ് കഴിഞ്ഞു പോയ നബിമാരില്ലേ? ആദം നബി ഇല്ലേ? ഇദ്രീസ് നബി ഇല്ലേ? നൂഹ് നബി ഇല്ലേ? യൂനുസ് നബി എന്താ പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് പുത്തൻ വാദാണോ?
ഇത് അഹ്ലുസുന്നയുടെ വാദമാണ്. അമ്പിയാക്കന്മാര് പ്രാർത്ഥിച്ചു. രോഗം ബാധിച്ച എത്രയെത്ര മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. കിഡ്നി പ്രയാസങ്ങൾ, കീമോതെറാപ്പി ചെയ്യുന്നവർ, ലിവർ സിറോസിസ്, പലതരത്തിലുള്ള പുതിയ പുതിയ രോഗങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ കളക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാ രോഗികൾക്കും ശിഫ നൽകുമാറാകട്ടെ. കനത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളായി രോഗങ്ങൾ വരുമ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം എന്താ ചെയ്തത്? ഏലസ് കെട്ടിയോ? ചരട് കെട്ടിയോ? ആരെങ്കിലും കലക്കിയ വെള്ളം കുടിച്ചോ? ഞാൻ ഇന്നലെ പ്രസംഗിക്കാൻ പോയത് കൊയിലാണ്ടിക്കടുത്ത് കൊല്ലത്തായിരുന്നു. കൊയിലാണ്ടിക്കടുത്തൊരു കൊല്ലുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു കിണറിന്ന് ആളുകൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുക. മക്കത്തേക്ക് സംസം വെള്ളത്തിന് ക്യാനോണ്ട് നടക്കുന്ന പോലെ ക്യാന് മേടിച്ചിട്ട് വരുന്നത്. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഈ വെള്ളത്തിന് ഇത്ര തിരക്ക്? ഇത് ഔലിയ വെള്ളമാണ്. ഇതെന്താ ഈ വെള്ളം കുടിച്ച ഓരോ രോഗവും പിന്നെല്ലാം ലിറ്റർ കണക്കിന് കൊണ്ടുപോകണം ഓരോ നാട്ടിക്ക്. കാസർഗോഡും തിരുവനന്തപുരം വന്ന് കൊണ്ടുപോകുക, ഒരു കിണറിന്ന് കോരി കൊണ്ടുപോകുക. എന്ത് പ്രത്യേകത ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം നബിന്റെ കാലുണ്ട് എന്നാണ്. എന്നിട്ടൊരു ഗ്ലാസിന്റെ ഉള്ളിൽ ഒരു പാറമ്മ ചെറിയൊരു അടയാളം വെച്ചിട്ടുണ്ട്, ആദ്യം നബിന്റെ കാല്. ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് ആദ്യം നബിന്റെ കാല് എങ്ങനെ ഇങ്ങോട്ട് എത്തി? ഇനി ഉണ്ട് എന്ന് വിചാരിക്കും. അതിന് ഈ വെള്ളം എന്താ ബന്ധം? തിരമാല ഇങ്ങനെ അടിഞ്ഞു വന്നിട്ട് പാറന്റെ ഇടയിൽ കുറച്ച് മണലിന് കൂടിയിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ, മണലിങ്ങനെ അടിച്ചു വരുന്നു. അങ്ങനെ മണൽ അടിഞ്ഞു വന്ന് ഏതോ ഒരു വിധം കൊണ്ടുപോയിട്ട് 4 കല്ലിപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് ഖബറാണ്, ഇതൊരു സ്വഹാബ വനിതന്റെ ഖബറാണ്, അവിടെ ഇപ്പം ജാറുണ്ട്. മണൽ അടിഞ്ഞു വന്നതാണ്, പേരൊന്നുമില്ല, പക്ഷെ ജാറാണെന്ന് പറയുന്നത്. ഇങ്ങനെ ഏത് രംഗത്ത് നോക്കിയോ രോഗം വരുന്നവർ അവരുടെ വിശ്വാസം എന്തും കെട്ടാനും എന്തും ധരിക്കാനും എന്തും കുടിക്കാനും സന്നദ്ധരാകുമ്പോൾ അയ്യൂബ് നബിന്റെ മനസ്സ് നോക്കൂ നിങ്ങൾ. ചികിത്സയുണ്ട്, മരുന്നുണ്ട്, ഗുളികയൊക്കെയുണ്ട്. പക്ഷെ മനസ്സിന്റെ തേട്ടം, പടച്ചോനെ അന്നീ മസ്സനിയല്ലുറു വഅൻത അർഹമുർ റഹീമീൻ, റബ്ബേ എന്റെ പ്രയാസം മാറ്റിത്തരണേ. 2, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ള രണ്ടാമത്തെ കാരണം, നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും അവർ അടിമകളാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്. ബദരീങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണ്. ഉഹദീങ്ങൾ അള്ളാഹിന്റെ അടിമയാണ്. മമ്പുറന്തങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണ്. അടിമകളോട് പ്രാർത്ഥിക്കരുത്. എത്ര ക്ലിയറാണ്, എത്ര ക്ലിയറാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരൊക്കെ അടിമകൾ മാത്രമാണ്, അടിമകളാണ്, അവരൊന്നും അല്ലല്ല. 3ാമത്തെ കാരണം, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും അവർ അശക്തരാണ്, ഒരു ശക്തിയില്ല. ബദരീങ്ങൾക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ബദറിൽ അവർ എത്ര പേര് മരണപ്പെട്ടു, ശുഹദാക്കന്മാരായി. അവർക്ക് നേരെ വരുന്ന അമ്പുകൾ മാറ്റാൻ അവരെ കൊണ്ട് സാധ്യമല്ല. ഉഹദിൽ എത്ര ശുഹദാക്കന്മാർ മരണപ്പെട്ടു സുഹൃത്തുക്കളെ. അവർക്ക് അവരുടെ നേർക്ക് വരുന്നത് പോലും തടുക്കാൻ അവർ അശക്തരാണ്. എന്തെല്ലാം പ്രയാസങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾ ആരോട് വിളിച്ച് പ്രാർത്ഥിച്ചോ ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല, ഒരു ഉറുമ്പിനെ തടുക്കാൻ അവർക്ക് കഴിയില്ല, ഒരു കൊതുക് വന്ന് ചെവിയിൽ വന്ന് മൂളിയാൽ ഒന്ന് പിടിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അശക്തരായവരോട് എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? 4, അള്ളാഹു വല്ലാത്തവരോട് നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾ അവർ കേൾക്കൂല, ഉത്തരം നൽകൂല. പിന്നെന്തിന്? നമ്മൾ എഴുതിയ പുസ്തകത്തിലല്ല, അള്ളാന്റെ ഖുർആൻ. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ പ്രാർത്ഥന കേൾക്കൂല, അവർ കേട്ടാൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. അതോടൊപ്പം തന്നെ ഖുർആൻ പറഞ്ഞു, ഏറ്റവും പിഴച്ച മനുഷ്യരാരാന്നറിയുമോ? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് വരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഉത്തരം ചെയ്യാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവരെക്കാൾ പിഴച്ചവരാരുണ്ട്? അവരാണ് ഏറ്റവും പിഴച്ചോര്. ഖുർആന്റെ കൽപ്പനയാ പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരു തെളിവും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. സകല പ്രാർത്ഥനകളും അല്ലാഹുവിനോട്. അതോടൊപ്പം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളക്കണക്കിന് മേഖലകളുണ്ട്. ആ മേഖലകളിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. നിങ്ങൾ
ആ പ്രവാചകന്റെ കൽപ്പനയ്ക്കെതിരെ നിന്നാൽ ഫിത്നകൾ സംഭവിക്കും. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. നിങ്ങളോട് പ്രവാചകർ എന്താണോ കൊണ്ടുവന്ന് തന്നതെങ്കിൽ അത് നിങ്ങൾ പിൻപറ്റണം. നിങ്ങളോട് അരുതേ എന്നെന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ ഒഴിവാക്കണം. എല്ലാ മേഖലയിലും എടുത്തോ. നമ്മുടെ നമസ്കാരത്തിൽ, വേഷത്തിൽ, സംസാരത്തിൽ, ഭക്ഷണകാര്യത്തിൽ, കല്യാണകാര്യത്തിൽ, കുടുംബജീവിതത്തിൽ, സെക്സിൽ, ഏത് രംഗത്തായിക്കോട്ടെ ഇസ്ലാം പഠിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റൂ. പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടോ നിങ്ങളത് ഒഴിവാക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബർ സന്ദർശിക്കൂ, നിങ്ങൾക്ക് നല്ലതാണ്. നമ്മൾ ഖബർ സന്ദർശിക്കാത്തവരല്ല. മാതാവിൻ്റെ പിതാവിൻ്റെ ഖബർ സന്ദർശിക്കണം. മഹല്ലിലെ പ്രിയപ്പെട്ട ഖബർസ്ഥാനങ്ങൾ നമ്മൾ സന്ദർശിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത്? ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ വതുദക്കിറുകുമുൽ ആഖിറ. അത് പരലോകം ഓർക്കാനാണ്, അത് മരണം ഓർക്കാൻ വേണ്ടിയാണ്. എങ്കിൽ മരണം ഓർക്കാനാണോ പരലോകം ഓർക്കാനാണോ സിയാറത്ത് ടൂർ പോകുന്നത്? ഉള്ളാളത്തേക്ക്, അജ്മീർക്ക് പോണത് മരണം ഓർക്കാനാണോ പരലോകം ഓർക്കാനാണോ? മരണം ഓർക്കാനും പരലോകം ഓർക്കാനും ആരെങ്കിലും തലമ പൂവും കൊണ്ട് നടക്കുവോ? മരണവും പരലോക ചിന്തയും ഉണ്ടാക്കാനാണെങ്കിൽ ഖബറിങ്ങൽ ആരെങ്കിലും ആനയും അമ്പാരിയും ജിലേബിയും ബലൂണും കച്ചവടം ഉണ്ടാകുമോ? ആ അള്ളാഹുവിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, മരണത്തെ ഓർത്ത് ഖബറിന്റെ അടുത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബത്ത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. എൻ്റെ ഖബറിനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി മാറ്റരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. എൻ്റെ ഖബറിനെ ഒരു ആരാധിക്കുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. പ്രവാചകന്റെ ഖബർ പോലും ആരാധിക്കാൻ പറ്റൂല. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ. യഹൂദികളെ, നസാറാക്കളെ ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അംബിയാക്കന്മാരുടെ ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആരുടെ? അംബിയാക്കന്മാരുടെ. എന്നിട്ട് ശാപുണ്ടായി. നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട് ഉമർ ഖാദി, കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. മുനമ്പത്ത് ബീവി ആരാത്രേ? ഊരും പേരറിയില്ല, പേരറിയില്ല, നാടറിയില്ല, അഡ്രസ് അറിയില്ല. അവിടെ ചെന്ന് നോക്ക് നിങ്ങൾ, പൊട്ടിക്കരയാണ്, സങ്കടപ്പെടുകയാണ്. എത്ര പൈസ വേണമെങ്കിൽ കൊടുക്കും. ഒരു രോഗിക്ക് പൈസ വെച്ച് കൊടുക്കൂല, ഒരു വീട് നിർമ്മാണത്തിന് പൈസ കൊടുക്കൂല. പക്ഷെ അവിടെ ചെന്ന് സങ്കടം പറഞ്ഞ് പൈസ കൊടുക്കാൻ ഒരു മടിയില്ല. ആരാണ്? ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാടാണ്. വെളിയങ്കോട്ട് ഉമർ ഖാദി, കുഞ്ഞുമരക്കാർ ഷഹീദരൊക്കെ ജീവിച്ച നാടല്ലേ, അതിന് പോരിച്ചുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ചെന്നപ്പോ ഒരു പ്രഭാഷണ സ്ഥലത്ത് ഇങ്ങനെ കയറി ചെന്ന സമയത്ത് അവിടെ അന്ന് ഉറൂസ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ എന്താ ഭയങ്കര തിരക്കും ഉറൂസൊക്കെ. ഇവിടെ ഒരു ദർഗയുണ്ട്, ഒരു ജാറമുണ്ട്, ഒരു ഉത്സവ കേന്ദ്രമുണ്ട്. എന്താണ് അവിടെ പരിപാടി? അവിടെ ആരാ? അവിടെ മുട്ടുന്തല ഔലിയ റളിയല്ലാഹു അൻഹു ആണ്. മുട്ടുന്തല ഔലിയ അതെന്താ? അല്ല, അവിടെ ഖബർ, ഒരു ആള് ഇങ്ങനെ കടലിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു കാല് വന്നു. അപ്പൊ കാല് പിടിച്ച് ഖബർ കിട്ടും. കുറച്ച് കഴിഞ്ഞേക്കൊരു തല വന്നു, തലയും ഖബർ കിട്ടും. ഇത് രണ്ടും കൂടി വെച്ചങ്ങോട്ട് മൂടി. പിന്നെ പേരിടാൻ വകുപ്പില്ലല്ലോ. മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. നിങ്ങൾ പോയിക്കോളി, കാസർഗോഡ് ജില്ലയിൽ പോയി അന്വേഷിക്കും. നമ്മൾ വെറുതെ പറഞ്ഞാണോ? കൊല്ലം ജില്ലയിൽ ചെന്നോക്ക്. ദാമോദരൻ എന്ന് പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ ജീവിച്ചു. ശരിക്കും ഉടുതുണിയൊന്നും എടുക്കാതെ അവരുടെ നാട്ടിൽ കൊല്ലത്തൊക്കെ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് കുപ്പസ്വാമി എന്ന് കൊടുത്തിരുന്ന ആ നിലക്ക് പോയിരുന്ന ആളാ. ഈ മനുഷ്യൻ മരിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു പുരോഹിതണ്ടല്ലോ, മൂപ്പര് പോയിട്ട് പറഞ്ഞു, ഇത് സാധാരണക്കാരനല്ല, ഇത് വലിയാണ്, ഔലിയയാണ്. ഔലിയന്റെ പേരെന്താണ്? കുപ്പസ്വാമി റളിയല്ലാഹു അൻഹു. ഓ ചിറ ഉപ്പസ്വാമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറഞ്ഞു. ജാറമുണ്ടാക്കി, വരുമാനമുണ്ടാക്കി, പണമിടൽ തുടങ്ങി, ഉത്സവങ്ങൾ തുടങ്ങി. ഇവിടെ ശവം വെച്ച് പൂജിക്കുന്ന ഒരു കൗമ് അല്ലേ? മലപ്പുറം ജില്ലയിലെ, നമ്മുടെ ജില്ലയിൽ തന്നെയല്ലേ, തിരൂരല്ലേ, യാഹൂ തങ്ങൾക്ക് 2 ജാറാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരൊറ്റ ഖബർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഖബർ. ധീരരായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പോലെ അത്ഭുതങ്ങൾ കാണിച്ചവർക്ക് ഒറ്റ
ഒരൊറ്റ ഖബർ. അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹാവാസികൾക്ക് ഒരു ഖബർ, യാഹൂ തങ്ങൾക്ക് 2 ഖബർ. അതെന്തേ? 2 മഹല്ലേർക്കും വേണം പൈസ, അതുകൊണ്ട് രണ്ടോടത്തും ഞാൻ കടന്നോളങ്ങൾ, രണ്ടോടത്തും കുഴിച്ചോളി എന്നാ പറഞ്ഞേ. രണ്ടോടത്തും നേർച്ച, രണ്ടോടത്തും പരിപാടി. അപ്പവാണിപ നേർച്ച എന്തൊക്കെ നടന്നു ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരു സാമ്പിൾ ഇട്ട് തരിക മാത്രം, ഒന്ന് പഠിച്ചോളി. നമ്മൾ ഇന്ന് പെട്ടിരിക്കുന്നത് നാട്ടിലെ ഭൂരിപക്ഷം ഇങ്ങനെയാണ്, എൻ്റെ വാപ്പ ഇങ്ങനെയാണ്, എൻ്റെ കുടുംബം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കൽപ്പനക്ക് നേർ വിപരീതമായി നീ കാണുമ്പോൾ ഭയപ്പെട്ടോളുക. അള്ളാഹുവിൽ നിന്നുള്ള ശക്തമായ വത്തഖൂ ഫിത്ന, നിങ്ങൾ പരീക്ഷണങ്ങളെ, കുഴപ്പങ്ങളെ സൂക്ഷിക്കണം. ലാ തുസീബന്നല്ലദീന വലമൂ മിൻകും ഖാസ്സാ, അത് നിങ്ങളിൽ അക്രമം ചെയ്തവരെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. സുഹൃത്തുക്കളെ, ദീന് പഠിക്കാനുള്ള നല്ല നല്ല സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പീസ് റേഡിയോ എന്ത് നല്ല സംവിധാനമാണ്, ജമീൽ ആപ്പ് എത്ര സൗകര്യമാണ്, അതുപോലെ തന്നെ നമ്മുടെ നേർപ്പദം വാരിക വായിക്കാൻ എന്ത് ഉപകാരമാണ്. പുതിയ പുതിയ എന്തെല്ലാം സെറ്റപ്പുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങൾ നടക്കുന്നു, സിആർഇ ക്ലാസുകൾ നടക്കുന്നു. പോട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ വെള്ളിയാഴ്ചകളിൽ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഖുത്ബകൾ നടക്കുകയാണ്. എന്തിന് ജനങ്ങളോട് മലയാളത്തിൽ ഖുത്ബ നടത്തണം? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. നിങ്ങൾ കച്ചവടം ഒഴിവാക്കിയിട്ട് അല്ലാഹുവിനുള്ള സ്മരണയിലേക്ക്, ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ വരണം. എന്തിനാ കടപൂട്ടി പോണത്? എന്തിനാ സർക്കാർ ഓഫീസ് നമ്മൾ അവധിയെടുത്ത് വരുന്നത്? എന്തിനാണ് നമ്മൾ യാത്ര ഒഴിവാക്കി ജുമാക്ക് പോണത്? ഒരു അറബിയിലുള്ള ശബ്ദം കേൾക്കാനല്ല. 400 കൊല്ലം അറബിയിൽ ഖുത്ബ പറയുന്ന പള്ളിയിൽ നിങ്ങൾ പോയിരുന്നോളൂ. എന്താ നിങ്ങൾക്ക് പഠിയാ? എത്ര പ്രാർത്ഥന പഠിക്കാൻ പറ്റും? നിങ്ങളുടെ സിഗരറ്റ് വലി മാറ്റാൻ പറ്റുമോ? നുണ പറയുന്ന സ്വഭാവം മാറ്റാൻ പറ്റുമോ? നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും നിലക്കുള്ള തിന്മ നിങ്ങൾ തടുക്കാൻ കഴിയുമോ? പിന്നെ ഖുത്ബെല്ലാം കഴിഞ്ഞ് ഒരു ഗംഭീര പ്രസംഗം ഉണ്ടാവും. അപ്പോഴത്തേക്ക് പകുതി ആൾക്കാർ എണീറ്റ് പോയി, കുറച്ച് വയസ്സന്മാരിങ്ങനെ ഇരിക്കും. അവരോട് എന്തു പറയാൻ? ഇത് ദീനിന് നേരെ വിപരീത. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഒരൊറ്റ ചിന്ത നിനക്ക് പറയാ. മദീന പള്ളിയിലും മറ്റു പരിസരത്തും നടന്ന എത്രയോ ഖുത്ബകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലത്ത് ഒരൊറ്റ വെള്ളിയാഴ്ച ഖുത്ബ മുമ്പിലിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരൊറ്റ ഖുത്ബ കാണിക്കാനുണ്ടോ? ഒന്ന് ഇല്ല. മുമ്പിലിരിക്കുന്ന മുഴുവൻ ആളുകളും അറബി മനസ്സിലായവരായിരുന്നു. അവരോട് അറബിയിലാ സംസാരിച്ചു. ഖുത്ബ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോ എന്തിലാ സംസാരിച്ചത്? അറബിയിലാ സംസാരിച്ചത്. മദീന പള്ളിയിൽ ദർസ് നടന്നു. ഏത് ഭാഷയിലാ? അറബിയിലാണ് നടത്തിയത്. എന്തേ? അതവരുടെ ഭാഷയായിരുന്നു. എങ്കിൽ നമ്മുടെ ഭാഷ അറബിയില. ഇവിടുന്ന് ഉള്ളാളത്തേക്ക് കുറെ ആൾക്കാരെ കൊണ്ടുപോകണ്ടല്ലോ. ഉള്ളാളത്തെ പള്ളിയിൽ ഏത് ഭാഷയിലാ ഖുത്ബ നടത്തുന്നത് ചോദിച്ചു നോക്ക് നിങ്ങൾ. ഡൽഹി ജുമാ മസ്ജിദിൽ നടക്കുന്നല്ലോ ഖുത്ബ, ഉറുദുവിലാണല്ലോ ഖുത്ബ നടക്കുന്നത്. എന്തിന്? നമ്മുടെ മഞ്ചേരിയിൽ തന്നെയും സമസ്തയുടെ കീഴിൽ മലയാളത്തിൽ ഖുത്ബ നടന്നിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക പള്ളികളിൽ നടന്നിരുന്നു. പിന്നെ ആളുകൾ കൊഴിഞ്ഞു പോകുമെന്ന് കണ്ടറിഞ്ഞപ്പോൾ ഒരു ഭീഷണി മുഴക്കി, അറബിയിലല്ലാതെ ഖുത്ബ ശരിയാവൂല, ആരെങ്കിലും അറബിയല്ലാത്ത ഖുത്ബയിൽ പങ്കെടുത്താൽ അവൻ്റെ ഖുത്ബ ബാത്തിലാണ്, അവന് ളുഹർ നമസ്കരിക്കണം പകരം. ഇതൊന്ന് കേട്ട് പേടിച്ചിട്ട് പിന്നെ അറബിയിൽ പോയി ഇരുന്ന് കോട്ടായിട്ട് ഉറങ്ങി നീച്ചു പോരുകയാണ്. ഒരു മാറ്റം വരൂല. അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കുക, പഠിക്കാനുള്ള അവസരങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ പഠനം, സിആർഇ ക്ലാസുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. എന്തിനാണ് ഇതിങ്ങനെ പറയുന്നറിയോ? ഒരു ദിവസം വരാനുണ്ട്, അന്ന് നമ്മൾ പരസ്പരമുള്ള നമ്മുടെ നേതാക്കന്മാരോ അയൽവാസികളോ കുടുംബങ്ങളോ ആരുമില്ലാത്ത ഒരു ദിവസം നമ്മുടെ മരണത്തിൻ്റെ തീയതിയാണ്. കലണ്ടറിൻ്റെ ഏതോ ഭാഗത്ത് ഏതോ മൂലയിൽ ഒരു തീയതി പടച്ച റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ പറ്റൂല, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റൂല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഞാൻ മരിക്കും, നിങ്ങൾ മരിക്കും, നമ്മൾ ഓരോരുത്തരും മരിക്കും. സംഘടനക്കാര് വരൂല, മഹല്ലുകാര് വരൂല, സ്വന്തം ഉമ്മ പെങ്ങള് മക്കളാരും വരൂല. അത് നമ്മൾ കാണാൻ, നമ്മളെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മളിങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്, ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽകൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. നിങ്ങളിങ്ങനെ
നോക്കിക്കൊണ്ടിരിക്കാനല്ലാതെ ആർക്ക് പിടിച്ചു വെക്കാൻ കഴിയും? സാധ്യമല്ല. അങ്ങ് മരിച്ചു കഴിഞ്ഞാലോ പൊന്നുപ്പ എന്ന വിളിയും മക്കള് മാറ്റുമേ, ഉടൻ മയ്യിത്തെന്ന പേരു മാത്രമാകുമേ. മക്കള് വരാൻ തുടങ്ങി, ഉമ്മാന്റെ മയ്യിത്തിരിക്കല്ലേ, മയ്യിത്ത് എവിടെയെന്ന് ചോദിക്കുന്നു. മയ്യിത്ത് കൊണ്ടുപോകല്ലേ, ഖബറായിട്ടില്ലേ, മയ്യിത്ത് കുളിപ്പിച്ചില്ലേ, ഉമ്മ ഉപ്പ എന്ന വിളികൾ പോലും മാറാൻ തുടങ്ങി. മയ്യത്ത് കട്ടിലിൽ ചുമന്ന് കൊണ്ടുപോവുക. 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. കയ്യിലുണ്ടായിരുന്ന മോതിരം അഴിച്ചു മാറ്റി, നമ്മുടെ മൊബൈൽ ഫോണുകൾ കൈമാറിക്കഴിഞ്ഞു, കാതിലുകളെല്ലാം ഊരി മാറ്റിക്കഴിഞ്ഞു, നമ്മുടെ ഷർട്ടും ഡ്രസ്സും എല്ലാം മാറ്റിവെച്ചു. നമ്മുടെ കടകൾ നടക്കും, അങ്ങാടികൾ നടന്നുകൊണ്ടിരിക്കും, സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. മക്കൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. ഭാര്യ ഇദ്ദാ കാലാവധി കഴിഞ്ഞ് മറ്റൊരാളുടെ കിടപ്പറയിൽ ഭാര്യയായി സുഖമായി ജീവിക്കും. നമ്മൾ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുക. 3 കാര്യങ്ങളെ നമ്മുടെ കൂടെയുള്ളൂ. നമ്മുടെ അഹിൽ, കുടുംബക്കാർ, വമാലുഹു നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കള്, നമ്മുടെ ശിഷ്യന്മാര്, നമ്മുടെ സുഹൃത്തുക്കള്, വഅമലുഹു നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ. വേറെ ആരും വരാനില്ല കേട്ടോ. എന്നിട്ട് ഫയർജിഉ ഇസ്നാൻ, ആകെ 3 അതിൽ 2 മടങ്ങിപ്പോരുകയാണ്. അമല് മാത്രം ബാക്കിയാവുകയാണ്. ആ അമലായിരിക്കും നമ്മളെ വിലയിരുത്തുക. അതിൽ ഖുർആനോത്ത് വേണം, ദിക്റുകൾ വേണം, സ്വലാത്ത് വേണം, ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ വേണം, സദഖാത്തുകൾ വേണം, ദാനധർമ്മങ്ങൾ വേണം, സുന്നത്ത് നോമ്പുകൾ വേണം. ഇസ്ലാമിന്റെ സുന്നത്തായ ധാരാളക്കണക്കിന് ഒന്ന് ചിരിക്കുന്നത് പോലും സുന്നത്താണ്. വഴിയിലുള്ള ഉപദ്രവം മാറ്റൽ സുന്നത്താണ്. ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കൽ സുന്നത്താണ്. തെറ്റ് കാണുമ്പോൾ തടുക്കൽ സുന്നത്താണ്. അംറുൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ. ഈ അമലെല്ലാം കൂടെയാണ് നമ്മുടെ ഖബറിനകത്ത് നമുക്ക് വെളിച്ചമാകാനുള്ളത്. മഹാന്മാരായ സ്വഹാബത്ത് ഖബർ കണ്ടപ്പോൾ പൊട്ടിക്കരയുകയാണ്. നബി തങ്ങളതാ ഖബർ കണ്ടിട്ട് കരഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന മണ്ണ് വരെ നനയുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ റെഡിയാകണം കേട്ടോ, ഫഅദൂ ലിമിസ്ലി ഹാദാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങളും തയ്യാറാവണം. ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ദിവസം അവിടെ അവസാനിക്കൂല. അവിടെ അവസാനിക്കുമായിരുന്നെങ്കിൽ നമുക്കിവിടെ തോന്നിയതുപോലെ ജീവിക്കായിരുന്നു. അതോടുകൂടെ മരണത്തോടുകൂടെ പ്രശ്നം തീരുമായിരുന്നുവെങ്കിൽ ആത്മഹത്യകൾ പരിഹാരമായിരുന്നു. പക്ഷെ അവിടെ തീരൂല, അവിടെ അവസാനിക്കൂല. അള്ളാന്റെ ഖുർആന പറയണത്, ഇന്ന് വരെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞ് തെളിയിക്കാൻ ആരോപിക്കാം, തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഖുർആൻ പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, എന്നിട്ട് ഖിയാമത്ത് നാളിൽ പൂർണ്ണമായ പ്രതിഫലം നൽകും. ഫമൻ സുഹ്സിഹാനിൻ നാർ, അന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടാൽ, ഫഖദ് ഫാസ്, അവനാണ് വിജയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിൽ കിട്ടുന്നതൊക്കെ വഞ്ചനയുടെ വിഭവമാണ്. ഭർത്താവിനെ വിട്ട് പിരിഞ്ഞു പോകണം, ഭാര്യ എത്ര സ്നേഹമുള്ളവളാണെങ്കിലും പിരിഞ്ഞു പോകണം, മക്കളെ എത്ര ചുംബിച്ചവരാണെങ്കിലും പിരിഞ്ഞു പോകേണ്ടവരാണ്. നമ്മുടെ സമ്പത്ത് കോടിക്കണക്കിന് ആസ്തിയുള്ളവരാണ്. എത്ര സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഒരു ദിവസം ഒരു യാത്ര പോകേണ്ടവരാണ്. ആ ഖബറിലേക്ക് ഇറങ്ങി കടന്നു കഴിഞ്ഞാൽ അമലുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. അവിടെ വെളിച്ചമാകാൻ, അവിടെ സ്വർഗത്തിന്റെ രാവിലെയും വൈകുന്നേരമുള്ള കാഴ്ചകൾ കാണാൻ, നല്ല മനുഷ്യരായി ജീവിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അല്ല എങ്കിൽ നരകത്തിന്റെ ഭീതി നിറഞ്ഞ കുഴിയിൽ കിടക്കുന്ന പോലെ ബർസഖ് വരെ, ഖിയാമത്ത് നാൾ വരെ ആലോചിക്ക് പ്രിയപ്പെട്ടവരെ. ആദം നബി മരിച്ചിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും ബർസഖിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരണപ്പെട്ടു, 6000-ലേറെ വർഷം കഴിഞ്ഞു, ഇപ്പോഴും ബർസഖിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട 1400 കൊല്ലം കഴിഞ്ഞ് ബർസഖിലാണ്. ഞാനും നിങ്ങളുമൊക്കെ മരിച്ചാലും എത്ര കൊല്ലം കിടക്കേണ്ടി വരുമെന്നറിയില്ല. ആ ലോകം നന്നാവാൻ ഈ ദുനിയാവിലെ കുഞ്ഞു ആയുസ്സുണ്ടല്ലോ, അതൊന്ന് നന്നാക്കാൻ ശ്രമിക്കണേ സുഹൃത്തുക്കളെ. ആയുസ് നന്നാക്കണേ, ആരോഗ്യം നന്നായി ക്രമീകരിക്കണേ, ഒഴിവ് സമയം ശരിക്കും ഉപയോഗപ്പെടുത്തണേ. ജനങ്ങളോട് മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവരുത്, അനീതി കാണിക്കരുത്, അക്രമം ഉണ്ടാകരുത്. ഭാര്യയാണോ നീ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിനെ പരിഗണിക്കണം. ഭർത്താവാണ് നിന്റെ സ്വർഗം, ഭർത്താവാണ് നിന്റെ നരകം. നിനക്ക് ഭാര്യയുണ്ടോ, ഭാര്യയോട് മാന്യമായി പെരുമാറണം, അവൾക്ക് വസ്ത്രം കൊടുക്കണം, അവളെ പരിഗണിക്കണം, മുഖത്തടിക്കരുത്,
വഷളാക്കരുത്, ചീത്ത വിളിക്കരുത്, വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങരുത്. എത്ര മര്യാദകളുണ്ട്. നിനക്ക് മക്കളുണ്ടോ? സ്നേഹിക്കണം അവരെ, നീതി കാണിക്കണം അവരോട്. മാതാപിതാക്കളുണ്ടോ? അവരാണ് നിന്റെ സ്വർഗത്തിന്റെ കാരണക്കാര്. അവരോടുള്ള ബഹുമാനം ആദരവുമെല്ലാം നിലനിർത്തണം. നല്ല വാക്ക് പറയണം, ഏറ്റവും നല്ല പെരുമാറ്റം അവർക്ക് കൊടുക്കണം. ഇതൊക്കെ ഇസ്ലാം നമ്മളെ പറയാ. ഇത് പാലിക്കാതെ കടന്നു പോയാൽ നരകം നമ്മളെ കാത്തിരിക്കുകയാണ്. വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. ഞാൻ അവസാനിപ്പിക്കുക, മഴ വീണ്ടും വരാൻ സംശയം. ഞാൻ അവസാനിപ്പിക്കുക. മരണം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഏത് സമയത്തെന്ന് പറയാൻ പറ്റാത്ത വിധം കാത്തിരിക്കുക. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കണ്ണിയൻ, ഡോക്ടർ കണ്ണിയൻ്റെ പിതാവ് സാഹിബ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ മഞ്ചേരിയിലായിരുന്നല്ലോ. 5:30 മണിക്കാണ് ജനാസ എടുത്തത്. അള്ളാഹു ആ സഹോദരൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ ഓരോ ദിവസം കാത്തിരിക്കേണ്ടുന്ന ഒന്നാണ് നമ്മുടെ മരണം. ഇന്നെത്രയോ ആളുകളെ നമ്മൾ കൊണ്ടുപോയി കബറടക്കി. നാളെ ഒരു ദിവസം നമ്മൾ അവിടെ പോയി കിടക്കാനുള്ളവരാ. നരകം നാളെ പരലോകത്ത് ഇങ്ങനെ കൊണ്ടുവരും. മനുഷ്യനിങ്ങനെ ആലോചിച്ചു നോക്കും, എന്താ ഞാൻ രക്ഷപ്പെടാൻ ചെയ്യുക. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. ആ ദുനിയാവിൽ നല്ലപോലെ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാനൊരു ലഹരിക്കാരനാകാതിരുന്നെങ്കിൽ, ഞാനൊരു വൃത്തികെട്ട മനുഷ്യനാകാതിരുന്നെങ്കിൽ, ഞാനൊരു മോശം അയൽവാസിയാകാതിരുന്നെങ്കിൽ. അവൻ വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. യാതൊരു കാര്യവും അവനില്ല. ചില മനുഷ്യർ വന്നിട്ട് പറയും, ദുനിയാവിൽ ഒരുപാട് ഉപദേശം ഉണ്ടായി, പ്രസംഗങ്ങളുണ്ടായി, ഖുത്ബകളുണ്ടായി, ഓഡിയോകളുണ്ടായി, വീഡിയോകളുണ്ടായി, ഞങ്ങൾ കേട്ടില്ല. എന്റെ കാരണം കേൾക്കരുത് കേൾക്കരുത് എന്നാ വഅദ്. എന്നാ നരകത്തിന്റെ മുമ്പിൽ വന്നിട്ട് അവർ പറയാണ്, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ വീഴൂലായിരുന്നു. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ വീഴൂലായിരുന്നു. അവരവിടെ അബദ്ധപ്പെട്ടി പോവുക. വേറെ ചില ആളുകൾ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ്, ഞങ്ങളുടെ സാദാതീങ്ങളാണ്, കുബറാക്കന്മാരാണ്, നാട്ടുകാരണവന്മാരാണ്, സയ്യിദന്മാരാണ്. പക്ഷേ ഞങ്ങളെ അവര് പിഴപ്പിച്ചു കളഞ്ഞു. അല്ലാ റബ്ബനാ ഇന്നാ തഅനാ സാദതനാ വ കുബറാനാ. ഇവരൊക്കെ ഞങ്ങളെ പിഴപ്പിച്ചു റബ്ബേ. ഫഅദല്ലൂന സബീലാ. ഞങ്ങളെ ദുനിയാവിൽ ഓരോന്ന് പറഞ്ഞ് പിഴപ്പിച്ചതാണ്. ഇവരുടെ വേഷവും കാട്ടിക്കൂട്ടലൊക്കെ കണ്ടപ്പോ ഇവരാണ് ശരിയെന്ന് വിചാരിച്ചു. ഇവർ ഞങ്ങളെ സത്യം പഠിപ്പിച്ചു തരുമെന്ന് വിചാരിച്ചു. ഞങ്ങളെ ഇവർ പിഴപ്പിച്ചു. അതുകൊണ്ട് റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്. റബ്ബേ, ഇവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണം പഠിച്ചോനെ. ഇത് അവിടെ വെച്ച് പറയാതിരിക്കാൻ ഈ നസീഹത്തോടെ സംസാരം നിങ്ങൾ കേൾക്ക്. റബ്ബേ, ഇവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണം. വൽ അൻഹും ലഅനൻ കബീറാ. ഇവരെ അങ്ങേയറ്റം ശപിക്കണം പടച്ചോനെ. കാഫിരീങ്ങളായ ആളുകൾ നരകത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറയാ, റബ്ബേ, ഞാൻ എന്തു വേണമെങ്കിലും തരാം. വലവിഫ്തദാ മിൽഉൽ അർളി ദഹബാ. ഭൂമി നിറച്ച് സ്വർണം തരാം പടച്ചോനെ. ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? എന്തിനും മനുഷ്യൻ തയ്യാറാകും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയോ സുഹൃത്തുക്കളെ? ചില കുറ്റവാളികൾ, പാപികൾ, ദ്രോഹികളായി ജീവിച്ചവർ വരും. അവർ വന്നിട്ട് പറയും, വലവിഫ്തദാ യബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. അല്ലാഹ്, ഞാൻ സ്നേഹിച്ച, ഞാൻ ഗർഭം ചുമന്ന, ഞാൻ നൊന്തു പ്രസവിച്ച, ഞാൻ ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ച എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോളെ ഞാൻ നരകത്തിലേക്ക് തരാ. എന്നെ ഒന്ന് രക്ഷിക്കണേ. പ്രിയപ്പെട്ട ഉമ്മാരെ, നമ്മളെ കുട്ടിയെ നമ്മൾ തീരെ കിട്ടു കൊടുക്കുമോ? ഒന്നും സമ്മതിക്കൂല. നമ്മുടെ കുട്ടിക്കൊരു പനി പറ്റിയാൽ നമ്മൾ വേദനിക്കുന്നവരാണ്. നരകത്തിന്റെ ഭീതി കാണുമ്പോൾ പറയാണ്, അല്ലാ, ഞാൻ എൻ്റെ കുട്ടികളെ തരാ, എന്നൊന്ന് രക്ഷിക്കൂ. എന്റെ സഹധർമ്മിണിയായ, ഞാൻ കല്യാണം കഴിച്ച, എന്റെ ശരീരത്തിന്റെ ചൂരും ചൂടും പങ്കുവെച്ച, സ്വകാര്യത പങ്കുവെച്ച, എല്ലാം അറിയുന്ന എന്റെ പ്രിയതമയായ, എന്റെ കരളായ കൽബായ എന്റെ ഭാര്യയെ തരാം. എന്റെ ജ്യേഷ്ഠന്മാരെ, അനിയന്മാരെ ഞാൻ തരാം. എനിക്ക് അഭയം നൽകിയ എന്റെ മുഴുവൻ കുടുംബക്കാരെ വേണമെങ്കിൽ തരാം. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ തരാ. ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ അല്ലാ? അല്ലാന്റെ മറുപടി കല്ല, ഇന്നഹാലല്ലാ. ഇല്ല,
നിനക്ക് ലതയെന്ന ആളിക്കത്തുന്ന നരകമല്ലാതെ ഇവിടെ വെച്ച് കുമ്പസാരങ്ങളും വിലാപങ്ങളും പൊട്ടിക്കരച്ചിലൊന്നും കാര്യമല്ല. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. പതക്കുന്ന ചീഞ്ചലമാണതിൽ കുടിക്കുന്നത്. ചീഞ്ചലം കുടിക്കാൻ കൊടുക്കുക, വിസർജ്യങ്ങൾ കുടിക്കുക. ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് 70 കൊല്ലം എടുത്തിട്ട് താഴേക്ക് എത്തുന്നത്. ആഴമേറിയ നരകം. ശരീരത്തിൽ ഇങ്ങനെ തൊലിമങ്ങനെ തീ ഇങ്ങനെ വെന്തുരുക്കി കത്തിക്കരിഞ്ഞ പുതിയ തോല് തന്നിട്ട് വീണ്ടും വീണ്ടും തീരാ. സുഹൃത്തുക്കളെ, മരണല്ല. മരണല്ല, എന്നാ ജീവിക്കാൻ പറ്റുമോ? ജീവിതവുമില്ല. ആ നരകത്തിന്റെ അവസ്ഥ നമ്മൾ ഓരോരുത്തരും ഭയപ്പാടോടുകൂടെ ആ നരകത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവണം. അതോടൊപ്പം അതൊന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവേ പ്രാർത്ഥനകൾ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, റബ്ബന ആതിനാ ഫി ദുനിയയുടെ അവസാന ഭാഗത്തൊക്കെ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ. ദുനിയാവിലെ ചൂട് ഒരു പക്ഷേ നമുക്ക് വെള്ളം കൊണ്ട് അണക്കാം, ഫയർഫോഴ്സ് കൊണ്ട് പരിഹരിക്കാം, വേറെന്തെങ്കിലും ഒഴിക്കാം. പക്ഷെ നരകത്തിനെ പറ്റി പറഞ്ഞു, നാറുല്ലാഹിൽ മൂഖദ, അള്ള കത്തിക്കുന്ന തീയാണത്. അത് കെടൂല, അത് അണയൂല, അത് കുറയൂല. ആ ഭയത്തോടെ സ്വന്തം പരലോകത്തെ രക്ഷപ്പെടാൻ പ്രസ്ഥാനങ്ങളില്ല, നേതാക്കന്മാരില്ല, ബാപ്പയില്ല, ഉമ്മയില്ല. ഓരോരുത്തരും ഓരോരുത്തരും അവനവന്റെ സ്വന്തം കാര്യം നോക്കി വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിക്കോ. നരകക്കാരായ ആളുകളോട് സ്വർഗക്കാരായ ആളുകൾ ചോദിക്കുകയാണ്, മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എന്തേ നരകത്തിൽ പെട്ടത്? ഖാലു, അവര് പറഞ്ഞു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു. റമദാനായപ്പോ കുത്തൊഴുക്കല്ലായിരുന്നോ? റമദാനായപ്പോ പള്ളിയിൽ സാധാരണ നിസ്കരിക്കാൻ വരുന്നവർക്ക് സ്ഥലം കിട്ടിയിരുന്നില്ല. ഇപ്പത്തെ പള്ളിയുടെ അവസ്ഥ എന്താ? ഇപ്പൊ പള്ളിയിൽ എന്താ അവസ്ഥ? വിരുന്നുകാരൊക്കെ പോയി, സ്വന്തക്കാര് മാത്രമായി. ആലോചിച്ചോളൂ, നമ്മളെ പറ്റിയാണോന്ന്? നമ്മൾ പള്ളി നിർത്തിയോ? നിസ്കാരം മാറ്റിവെച്ചോ? നമ്മളെ ഇബാദത്തുകളിൽ നിന്ന് കൈവെടിഞ്ഞോ? ഞങ്ങൾ നരകത്തിൽ പോകാനുള്ള കാരണം ഞങ്ങൾ നിസ്കരിക്കൂലായിരുന്നു. വലം നകു നുത്ഇമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കൂലായിരുന്നു. നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, സക്കാത്ത് സല്ല്, സ്വതക്ക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിന്നു പോകണ്ട. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൂലായിരുന്നു. വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, നാട്ടിൽ പല തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട്. ലഹരി നടക്കുന്നുണ്ട്, കള്ള് നടക്കുന്നുണ്ട്, കഞ്ചാവ് നടക്കുന്നുണ്ട്, പെണ്ണ് ബിസിനസ് നടക്കുന്നുണ്ട്. ഫോണിലും മൊബൈലിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും പലതരം ചതി നടക്കുന്നുണ്ട്. നമ്മൾ അതിലുണ്ടോ എന്ന് ആലോചിക്കുക. നാട്ടിൽ പല വൃത്തികേടുകളും നടന്നപ്പോ ഞങ്ങളെല്ലാം അതിലുണ്ട്. എത്രയോ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും വീഡിയോകളിലും പറയുന്നുണ്ട്, മരണമുണ്ട്, മരിച്ചാൽ അവസാനിക്കൂല, രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുന്ന പോലെ നമ്മളൊക്കെ ഉറങ്ങുന്നു, പിന്നെ അതാ രാവിലെ എഴുന്നേൽക്കുന്ന പോലെ, അതുപോലെ മഴ പെയ്യുന്നു, സസ്യങ്ങൾ മുളച്ചു പൊന്തുന്ന പോലെ. നാളെ പരലോകത്ത് രണ്ടാമതൊന്നുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നിഷേധിച്ചു ഞങ്ങൾ. എല്ലാ യുക്തിവാദികളും ലിബറലിസ്റ്റുകളും നിരീശ്വരവാദികളോടൊക്കെ സ്നേഹത്തോടെ പറയാ, നിരീശ്വരവാദികളെ, യുക്തിവാദികളെ നിങ്ങൾക്ക് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇത് സംഭവിക്കുന്ന അൽ ജന്നത്തു ഹഖ്കുൻ, സ്വർഗം സത്യമാണ്, വന്നാറു ഹഖ്കുൻ, സ്വർഗവും നരകവും സത്യമാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയൂല. ഞങ്ങൾ നിഷേധിച്ചത് കൊണ്ടാണ് ഇവിടെ എത്തിയത് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എല്ലാ സഹോദരങ്ങളോടും ഇതുപോലെ നമ്മുടെ നാടുകളിൽ ഇരുന്ന് കേൾക്കാനും പഠിക്കാനും, ഈ നാട്ടിൽ നല്ലൊരു സദസ്സ് അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾക്കൊക്കെ അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മൾ എടുത്ത നമ്മുടെ നിയ്യത്തിൻ്റെ എല്ലാ നന്മകളും അള്ളാഹു അതിൻ്റെ ഫദ്ലും റഹ്മത്തും നമുക്ക് നൽകുമാറാകട്ടെ. ഉപകാരപ്രദമായ മഴയെ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും നല്ല മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. എൻ്റെ സംസാരത്തിൽ തുടക്കം മുതൽ അവസാനം വരെയും ഞാൻ ആയത്തുകളും ഹദീസുകളും പല പുസ്തകങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. സംശയമുള്ളവരൊക്കെ നമ്മുടെ സംഘാടകരുമായി ബന്ധപ്പെട്ട അതേതാണ്, അതേത് ആയത്താണ്, അതേത് ഹദീസാണ്, ഏത് പുസ്തകത്തിലാണ്, നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുകയും അറിയുകയും സ്വന്തത്തിന് വേണ്ടി, മറ്റു നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാനോ ആളെ കൂട്ടാനോ പ്രസ്ഥാനത്തിലേക്ക് വരാനോ വസ്ത്രൊട്ടിക്കാനോ ഒന്നിനും ആവശ്യമില്ല. സ്വന്തം പരലോകത്തിന് വേണ്ടി, അവനവൻ്റെ ജീവിതത്തിന് വേണ്ടി, ആരെയും കാണിക്കാനില്ലാത്ത സ്വന്തത്തിൻ്റെ അമല് കാണിക്കേണ്ടി വരുന്ന, വലതു കൈയിലും ഇടതു കൈയിലും ഗ്രന്ഥം ലഭിക്കുന്ന ഒരു നാളിൽ ആകെ അലമുറയിട്ട് കരയേണ്ടി വരാതിരിക്കാൻ
ഈ ദിനങ്ങളെ, ഈ സന്ദർഭങ്ങളെ, ഉപദേശങ്ങളെ കാണണേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.